ഹായ് ഹലോ നിവേദ്യാസ് ക്രിയേഷനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ നിങ്ങൾ കാണുന്നത് എൻ്റെ വീടിൻ്റെ മുൻഭാഗമാണ്. അപ്പോൾ ഇതെങ്ങനെ ഈ കളറായി എന്നുള്ളതൊക്കെ പറയുന്നത് അകത്ത് ആ സൈഡിൽ കാണുന്ന ആ ഒരു ഗ്രീൻ കളറ് ആയിരുന്നു കേട്ടോ മുഴുവനായിട്ട്. അതെൻ്റെ പല വീഡിയോയിലും കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ഇലയപ്പം ഇലയിടാന്നൊക്കെ പറയും, നമുക്കിവിടെ ഇലയപ്പമാണ് കേട്ടോ. വെറുതെ ഇരുന്നപ്പം എനിക്ക് എൻ്റെ കെട്ടിയോന് ഇടയ്ക്കിടയ്ക്ക് ക്രേവിങ്സ് വരുന്ന സാധനമാണ് ഇത്. അങ്ങനെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ അമൃതം പൊടി എൻ്റെ പിള്ളേരെന്തായാലും കുഞ്ഞല്ലല്ലോ, അടുത്ത വീട്ടിലെ കുഞ്ഞു വാവയ്ക്ക് കിട്ടുന്നത് ആ ചേച്ചി ഒരു പാക്കറ്റ് തന്നായിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് കുറച്ച് ആട്ടമാവും കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് മാവ് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചപ്പോൾ അച്ഛനും മക്കളും കൂടെ ഇവിടെ പെയിൻ്റടി തകർക്കുകയാണ് കേട്ടോ. അങ്ങനെ കടയിൽ കുറച്ച് പെയിൻ്റ് അടിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട് വീട്ടിലും കൂടെ ഒന്ന് കളറാക്കാമെന്ന് കരുതിയിട്ട് തുടങ്ങിയ പരിപാടിയാണ്. എവിടെ നിൽക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അടുത്ത വീട്ടിലെ ചേട്ടൻ പെയിൻറ്റിങ് പണിയായപ്പോൾ അവിടെ നിന്നും കുറച്ച് ബാക്കി വന്ന പെയിൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് തകർക്കുന്ന ഇടയിൽ ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന ശർക്കര കേട്ടോ. ഇങ്ങനെ ഉരുളകളായിട്ടാണ് കിട്ടുന്നത്. അതിനെ ചെത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയും അവിൽ വാങ്ങണ കാര്യം പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിലും സമയമായപ്പോൾ അവിൽ കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ആ പാത്രത്തിന് ഇത്രയും നല്ല കളർ വന്നത് ശർക്കര വെച്ച്. പിന്നെ ഈ ഒരു ഇലയും ഇവിടെ പൊരിയണ ഇല എന്ന് പറയും, ഇതിലാണ് നമ്മൾ ഇലയപ്പം ഒക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ മാവ് ഇങ്ങനെ കുഴച്ച് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾക്കിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള മധുരങ്ങൾ കഴിക്കാനുള്ള ക്രേവിങ്സ് ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഇലയപ്പം, കൊഴുക്കട്ട, പായസം ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് പതിവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ശർക്കരയ്ക്ക് വളരെ കളർ കുറവാണ്, കണ്ടില്ലേ. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ശർക്കര മിക്കപ്പോഴും ഇങ്ങനെ ലൈറ്റ് കളറാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ മടക്കിയെടുത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. എൻ്റെ ചാനലിൽ ഞാൻ ഇത് എത്രാമത്തെ തവണയാണ് ഇലയപ്പത്തിൻ്റെ വീഡിയോ ഇടണമെന്ന് എനിക്കറിയില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നിവർത്തി ഇല വെച്ച് കഴിഞ്ഞാൽ ശർക്കര ഇങ്ങനെ അലിയുമ്പം താഴേക്ക് വെള്ളം പോകില്ല. പക്ഷേ ഇതുപോലെ കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ വെള്ളം താഴോട്ട് പോകുമെന്നാണ് പറയുന്നത്. എന്നാലും മുകളിലത്തെ ഇല ഇങ്ങനെ പൊങ്ങി വരുന്നത് കണ്ട് ഞാൻ കമഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മുടെ ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ ചായയും കൂടെ ഇട്ട് നമ്മുടെ പെയിൻറ്റിങ് പണിക്കാർക്ക് ചായ കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ വൈകുന്നേരം. അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചെങ്കിലും സംഭവം മിസ്സായിപ്പോയി. പിന്നെ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഫൈനലി അമൃതം പൊടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഇലയപ്പം. അപ്പോഴത്തേക്ക് നമ്മൾ ഇലയപ്പമൊക്കെ കഴിച്ച് നിന്നപ്പോഴത്തേക്ക് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ എൻ്റെ സ്വത്തുമണികൾ. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിവാരങ്ങൾ. എൻ്റെ ലൈവിൽ സ്ഥിരം വരുന്ന ആൾക്കാർക്കറിയാം ഇവിടുത്തെ ബഹളം. അത് ഇവന്മാരൊക്കെയാണ് കേട്ടോ. ഇവന്മാരാണ് ഇവിടെ സ്ഥിരമായിട്ട് ലൈവിൽ കിടന്ന് കൂവുന്നത്. അപ്പോൾ അവരെയൊക്കെ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. പിന്നെ നമ്മൾ പുതിയ 2-3 അതിഥികളെ കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആരെയും കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഐറ്റംസ്? ബ്രഹ്മ. അപ്പോൾ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇങ്ങനെ അവരും ആഹാരത്തിന് വേണ്ടിയിട്ട് എന്നെ കണ്ടപ്പോൾ വന്നതാണ്. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി വന്നപ്പോഴത്തേക്ക് പെയിൻറ്റിങ് പണി ഏകദേശം ഇത്രയായി. അവിടെ എത്തിയപ്പോഴത്തേക്ക് സംഭവം പെയിൻറ്റ് തീർന്നുപോയി. ബാക്കി നമ്മളിങ്ങനെ അടുത്ത ബഡ്ജറ്റിലോട്ട് മാറ്റി വെച്ചു. അപ്പോൾ അപ്പുറത്തുനിന്ന് കിട്ടിയ പെയിൻ്റ് എടുത്ത് അതും അടിച്ച് തുടങ്ങി. സംഭവം ഒന്നും തന്നെ ഫുള്ളാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി പെയിൻ്റ് ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് മുഴുവനായിട്ട് അടിക്കുന്ന കാണാം. അപ്പോൾ ആ സൈഡ് അടിച്ചുകൊണ്ടിരിക്കുന്ന കളർ മാത്രം ആ ഒരു ചുമര് ഫുൾ അടിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഹോം ടൂർ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ്റിങ് പണി എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. നടക്കുമെന്നറിയില്ല, ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലി ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് ഭാഗത്തെ ലുക്കൊക്കെ. അപ്പോൾ മുഴുവനായിട്ട് കാണിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഈ ഒരു പച്ചയാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് ഫുള്ളായിട്ട് കാണിക്കാനായിട്ട് വരാം കേട്ടോ.